സ്വയംവരം സ്വയംവരം. ആദ്യത്തെ ഒരു സർപ്രൈസ്, അതായത് ഒരു ഫ്ലാഷ് മോബ്, അത് ടോട്ടലി നിങ്ങൾ പ്ലാൻ ചെയ്ത അതിന്റെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു. സജന വരുമ്പോൾ സജനനെ എയർപോർട്ടിൽ നിന്ന് കാണണം എന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊരു ക്ലിഷയാണെന്നുള്ള ഒരു ഇതിൽ ഞാൻ എന്റെ സുഹൃത്ത് ആസിഫിനോട് പറയാണ്, എയർപോർട്ടിൽ നിന്ന് കാണുന്നത് വളരെ ബോറാണ്, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ജലീഷ പറഞ്ഞു, ഞാൻ ഇയാളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാം, പിന്നെ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ എന്ന് പറയണേ. അപ്പോൾ ആസിഫ് പറഞ്ഞു ഞാൻ പ്ലാൻ ചെയ്യാം, ഞാനൊരു ഫ്ലാഷ് മോബ് പ്ലാൻ ചെയ്യുന്നു. ഒരാൾ ഒരു അറബി വേഷം കിട്ടുന്നു. അപ്പൊ അയാളുടെ ഫസ്റ്റ് ദുബായ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഒരു അറബി വേഷത്തിൽ ഒരാൾ അറബി വേഷം കിട്ടുന്നു, അവിടെ ഒരു കോഫി ഷോപ്പിൽ ഒരു ബഹളം ലഹളം നടക്കുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് അത് അറബി അല്ല മലയാളിയാണെന്ന്. അപ്പൊ അയാൾ ഡാൻസ് ചെയ്യുന്നു. ഫ്ലാഷ് മോബിന്റെ ഇടയിൽ ഒരാള് ഒരു മുഖം മൂടി വെച്ച് വരുന്നുണ്ട്. അത് ഞാനാണെന്ന് സജന പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ ഞാനല്ല, ഡാൻസ് കളിക്കുന്നുണ്ട് അയാൾ. അപ്പൊ തന്നെ സജനാക്ക് മനസ്സിലായി ഞാൻ ഡാൻസ് കളിക്കില്ല. അപ്പൊ സജനാക്ക് അത് മനസ്സിലാവുകയും അത് ഞാനല്ല എന്നറിയുന്നു. കഫേ ഞങ്ങളുടെ സുഹൃത്തിന്റെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ക്യാമറ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഫേയുടെ ഒരു സൈഡിലുള്ള അന്ന് ആ റെസ്റ്റോറന്റിലുള്ളത് മുഴുവൻ എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആണ്. വേറെ ആർക്കും സെറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ ഒരു 9 മണിക്ക് ശേഷം കഫേയിൽ വേറെ ആരെയും എൻട്രി ചെയ്യിക്കാതെ നിർത്തിയിരുന്നു. കറക്റ്റ് പ്രീ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ്. സജന വന്നിരിക്കേണ്ട ചെയർ വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. കറക്റ്റ് അവിടെ വന്നിരിക്കുകയായിരുന്നു. ക്യാമറ എല്ലാം കാണാത്ത ഒരു കണ്ടീഷനിലായിരുന്നു. സജന വിചാരിച്ചതിൽ കൂടുതൽ തന്നെ സജന സ്വാതിക്ക് സജനനെ കാണുമെന്നുള്ള സംഭവം അറിയാമായിരുന്നു. പക്ഷെ അവിടെ നടക്കുന്ന ഈ ഫ്ലാഷ് മോബും കാര്യങ്ങളും ഒക്കെ ആ ഹോട്ടലിന്റെ ഭാഗമായിരുന്നു സജന വിചാരിച്ചത്. സജന എന്നെ അവിടെ കാണുന്നു പ്രതീക്ഷിച്ചിട്ടില്ല. സജന എന്നെ എയർപോർട്ടിൽ കാണുന്നതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആസ് പെർ പ്ലാൻ സജന നാട്ടിൽ നിന്ന് ദുബായിലേക്ക് കയറുമ്പോൾ വരെയുള്ള ഞങ്ങളുടെ ലാസ്റ്റ് കോളിലും വാട്സപ്പിലും നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവുന്നുള്ളായിരുന്നു. പക്ഷേ നമ്മളിപ്പുറത്തെ സൈഡ് വേറെ മാറ്റി ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ടില്ല. ഞങ്ങൾ കഫേയിലാണ് ഉണ്ടായിരുന്നത്. ജലീഷ സജനാനെ പിക്ക് ചെയ്ത് കഫേയിൽ നോ ഞങ്ങൾ 3 വണ്ടിയായിട്ടാണ് പിക്ക് ചെയ്യാൻ പോയത്. ഫസ്റ്റ് കാറിൽ ജലീഷ സജനാനെ പിക്ക് ചെയ്ത് അവിടുന്ന് പോന്നു. സെക്കൻഡ് കാറിൽ എന്റെ ഫാദർ മദർ ഫാമിലി, തേർഡ് കാറിൽ അവരുടെ ഫാമിലി ആയിരുന്നു. അപ്പൊ ജലീഷ സജനാനെ കൊണ്ടുവരുന്നത് തന്നെ നമുക്ക് സ്വാതി ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ പോണ വഴിക്കിൽ പെട്ടെന്ന് ജലീഷ ഒരു ഫോൺ എടുക്കുന്ന പോലെ എനിക്ക് ഒരാളെ കാണാൻ ഈ കഫേയിൽ കയറാണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വാതിയുടെ അടുത്ത് പോകാന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്.
തേർഡ് സ്റ്റേജിലാണ് ആ ഫ്ലാഷ് മോബിന്റെ തേർഡ് സ്റ്റേജിലാണ് ഞാൻ എൻട്രി ചെയ്യുന്നത്. അതില് സജ്ന എന്നുള്ളൊരു പാട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാണ്. എ റഹ്മാന്റെ സജ്ന എന്നുള്ളൊരു പാട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ പാട്ട് പാടുന്ന ഭാഗത്താണ് ഞാൻ എൻ്റെ എൻട്രി. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സജ്ന അത് എന്താ പറയാ പെട്ടെന്ന് പൊട്ടിക്കരയാണ് ഉണ്ടായത്. സജ്ന ആകെ അവിടെ കരഞ്ഞു പൊളിച്ച് ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവിടുത്തെ ഈ ഒരു ഫ്ലാഷ് മോബ് ഒക്കെ കണ്ടപ്പം അത് അവിടെ നടക്കുന്ന ഒരു റെഗുലർ സംഭവമാണെന്ന് വിചാരിച്ചു. ആദ്യത്തെ ഒരു അറബി ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് അവിടുത്തെ റെഗുലർ ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നു. ആ അറബി ഒരു ഫൈറ്റ് നടക്കുമ്പോ സജിന് ശരിക്കും പാനിക്കും. സജിന് ഇതെന്താ സംഭവം എന്താന്നൊന്നും അറിയുന്നില്ല. പിന്നെ അയാൾ ഡാൻസ് കളിക്കുമ്പോ സജിനാക്ക് മനസ്സിലായി ഇതൊരു ഞങ്ങൾ എന്തോ ഒപ്പിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലായി. പിന്നെ സജിന എന്നോട് പിന്നീട് അതിന് ശേഷം പറഞ്ഞ എന്താന്നുണ്ടെങ്കിൽ മുഖം മൂടി വെച്ചത് മാത്രമേ പൊളിഞ്ഞുള്ളൂ. കാരണം അയാൾ ഡാൻസ് കളിച്ചു, ഡാൻസ് കളിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു. ഫൈനലി ഇതിന്റെ എൻഡില് ഒരു പ്രപ്പോസൽ നടന്നു അല്ലേ, ഒരു റിംഗ് ഒക്കെ കൊടുത്തു. ഈ മൊത്തം കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ ഇത് പ്ലാൻ ചെയ്തപ്പോൾ ഒബ്വിയസ്ലി ഒരു നെർവസ്നെസ് ഉണ്ടല്ലോ. കാരണം ഒരു ഹോട്ടലിൽ വെച്ച് ഒരു സർപ്രൈസ് ആയിട്ട് എല്ലാ ആൾക്കാരെയും സെറ്റ് ചെയ്ത് ഒരു ഫുൾ ഇവന്റ് ഉണ്ടാക്കുവാണ്. ആ റിംഗ് കൊടുക്കുന്ന സമയം വരേക്കും അറിയില്ല പ്ലാൻ ചെയ്തതുപോലെ നടക്കുമോ എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് അറിയാമായിരുന്നു ഓക്കെ എല്ലാം നടന്നു, ഇനി പ്രപ്പോസൽ വരെ എത്തി. ശരിക്കും എന്തായിരുന്നു ഫീൽ ആ സമയം? ബിക്കോസ് സജ്നയുടെ എക്സ്പ്രഷൻസ് ലൈവായിട്ട് കാണാൻ കിട്ടുന്നുണ്ട്. സജ്നയുടെ എക്സ്പ്രഷൻസ് ശരിക്കും എനിക്ക് പേഴ്സണലി എനിക്ക് വലിയൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പക്ഷെ ഇത്തരം ഇവന്റ് സെറ്റ് ചെയ്യാൻ ഞങ്ങളൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നു ഒരു 90%ഓളം. പിന്നെ ഇത്തരം റിസ്കുകളൊക്കെ നമ്മൾ മുമ്പും പല കല്യാണങ്ങൾക്കും പരീക്ഷിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു വലിയ ഹാർഡ് ആയിരുന്നില്ല, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇതിന് ശേഷവും 2-3 ടൈപ്പ് സർപ്രൈസ് ഇപ്പൊ എന്നെ ആളുകൾ വിളിക്കുന്നുണ്ട്, ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പല തീമിലും ഞങ്ങൾ അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ. ഇതിന് ശേഷം എന്റെ ഈ ഒരു പ്രപ്പോസലിന് ശേഷം ഞാൻ 2 പ്രപ്പോസൽ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു. സജ്നയുടെ റിയാക്ഷൻസ് എന്തായിരുന്നു ശരിക്കും? കരഞ്ഞു? സജ്ന കരഞ്ഞു. സജ്ന ആ ഒരു റിംഗ് മേടിച്ചിട്ട് വളരെ ഉറക്കെ കരഞ്ഞു. സജ്നയുടെ റിയാക്ഷൻ ഭയങ്കര ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത റിയാക്ഷൻ. സ്വാതികനാണെങ്കിലും ഈ ഒരു ഓൾമോസ്റ്റ് 1 ഇയർ അല്ലേ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് ആളെ നേരിട്ട് കാണുന്നത് ഇല്ല? അതിന്റെ ഒരു ഫീൽ എങ്ങനെയുണ്ട്? കാരണം അവിടെ സജ്ന വന്ന് ഇരിക്കുമ്പോഴും സ്വാതിക്ക് കണ്ടിട്ടില്ല, പുറകില് വെയിറ്റ് ചെയ്യാൻ ഇവിടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സോ ശരിക്കും ആ ഒരു സമയത്ത് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണാനും പോകുന്നത്. എന്തായിരുന്നു മനസ്സിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു? എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സജനാനെ ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ ഞാനും ഭയങ്കരമായിട്ട് ഈ ഒരു ഇമോഷണൽ ആയിരുന്നു. കാരണം
ഞാൻ സജിനാൻ ഇങ്ങനെയൊന്നും കാണുന്ന രീതിയിലല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സജിനയുടെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് എനിക്ക് എന്താ പറയാ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ സമയത്ത്. ഞാനും ഇമോഷണൽ ആവാണ് ചെയ്തത്. കാരണം ഞാൻ കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം. അത് വളരെയധികം ഫാമിലിയുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട്? എന്റെ ഫാദർ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആളിങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ പുള്ളിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി അത് പ്രതീക്ഷിച്ചിരുന്നു. സജിനയുടെ ഫാദറും വളരെ ഇമോഷണൽ ആയിരുന്നു. അവരുടെ മദറും വളരെ ഇമോഷണൽ ആയിരുന്നു. എൻ്റെ ഒരു സിസ്റ്റർ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു, കസിൻ സിസ്റ്റർ. ബാക്കി എല്ലാവരും ഓക്കെ ആയിരുന്നു. എൻ്റെ ഫാദറും മദറും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ഒത്തിരി ഇവന്റ്സ്, ഒത്തിരി സർപ്രൈസസ് ഇനിയും അൺഫോൾഡ് ചെയ്യാനുണ്ട്. അത് എന്താണെന്ന് സ്വാതിക്ക് തന്നെ ഒരു ക്ലിയർ ഐഡിയ ഇല്ല. വിൽ ഓൾ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ടിൽ ദെൻ യു കീപ് വാച്ചിങ് ചുങ്ക ജ്വല്ലറി സ്വയംവരം.